രേഷൻ ടോക്സിൽ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് മാർച്ച് 27 പറഞ്ഞിരിക്കുന്നത്. ഇപ്പം മാർച്ച് 27 എന്ന് പറയുന്ന റിലീസ് ഡേറ്റ് മാറിയതായിട്ടും അതിൻ്റെ കാരണം ലൈക്ക പ്രൊഡക്ഷൻസ്, അതായത് ആശീർവാദിനോടൊപ്പം ചേർന്ന് എമ്പുരാൻ നിർമ്മിക്കുന്ന ലൈക്ക അതിൽ നിന്ന് പിന്മാറി എന്നുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ അത്തരത്തിലുള്ള വാർത്തകളിലൊന്നും വിശ്വസിക്കുന്നില്ല. കാര്യം ഇത്രയും പണം ആശീർവാദിനോടൊപ്പം ചേർന്ന് ഈ സിനിമയ്ക്ക് മുടക്കിയെങ്കിൽ ലൈക്ക ഇനി ഇതിനകത്തുനിന്ന് പിന്മാറാൻ യാതൊരുവിധ സാധ്യതയില്ല. കാര്യം അവർക്ക് മുടക്കിയ പണം അവർക്ക് എന്തായാലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് പകരം ഇതിൽ നിന്ന് അവർ പിന്മാറി എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വാർത്തയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. പിന്നെ മാർച്ച് 27 അതിൻ്റെ ഒരു റിലീസ് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിൽ നിന്നും ആശീർവാദ് പുറകോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാർച്ച് 27 തന്നെ അതിൻ്റെ ഒരു റിലീസ് ഉണ്ടാവും. പക്ഷേ ഇപ്പം ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അത് ഒരു ലാലേട്ടന് എതിരായിട്ട് നമ്മൾ പറയുന്നതായിട്ട് ചിലർക്ക് തോന്നും. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു സൈഡിൽ കൂടെ കാണുന്നുണ്ട്. കാര്യം മമ്മൂക്കയ്ക്ക് എതിരായിട്ട് പറയേണ്ടുന്ന സമയത്ത് ഞാൻ ചെയ്തിരിക്കുന്ന പല വീഡിയോയ്ക്കകത്തും അത് കാണാതെ പല ആൾക്കാർക്ക്, എനിക്ക് തന്നെ പലർക്കും മറുപടി കൊടുക്കുമ്പോൾ പറയാറുണ്ട്, എൻ്റെ വീഡിയോ ലിസ്റ്റിൽ മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ മമ്മൂക്കയുടെ റീ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും ഉണ്ട്. പിന്നെ നമ്മൾ കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പം നിലവിൽ ലാലേട്ടൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ. നേരെ മറിച്ച് ഇപ്പം മമ്മൂക്കയുടെ ആണ് ഈ ഒരു ഇതിൽ കൂടെ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂക്കയുടെ വീഡിയോകളെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത് എപ്പോഴും. പക്ഷേ ഇഷ്ടം അത് മാറ്റാൻ പറ്റത്തില്ല. അത് ഞാൻ മമ്മൂക്കയോട് എനിക്ക് കുറച്ചുകൂടി സ്നേഹമുണ്ട്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ലാലേട്ടൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പോൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ കൂടുതൽ തെറ്റിദ്ധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാകാൻ സാധ്യതയെന്ന് പറയുന്നത് പൃഥ്വിരാജ് ഇപ്പം അതായത് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പ്രധാന നടന്മാരിൽ ഒരാൾ, അതായത് ലാലേട്ടനോടൊപ്പം ടൊവിനോ തോമസും പൃഥ്വിരാജും ഉള്ള ഈ സിനിമയ്ക്കകത്ത് അത് ഒരു പ്രധാനപ്പെട്ട ഒരു നടനും അതിനോടൊപ്പം ഒരു സംവിധായകനുമായിട്ടുള്ള പൃഥ്വിരാജ് ഇപ്പം രാജമൗലിയുടെ എടുക്കാൻ പോകുന്ന ഒരു സിനിമയിൽ മഹേഷ് ബാബു നായകനായിട്ടുള്ള ഒരു സിനിമയുടെ ഷൂട്ടിൻ്റെ അല്ലെങ്കിൽ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പലരും ഇത്തരത്തിലുള്ള വാർത്തകൾ ചിത്രീകരിക്കുന്നത് അല്ലെങ്കിൽ പുറത്ത് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇതിൻ്റെ സംവിധായകനായ പൃഥ്വിരാജ് ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്യുന്നില്ലെന്നും മാർച്ച് 27 സിനിമയുടെ റിലീസ് ഉണ്ടാവില്ലെന്നും ഒക്കെ. പക്ഷേ പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പം കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് 2 വാക്ക് പറയുന്നതുകൊണ്ട് ഇനി പൃഥ്വിരാജിൻ്റെ വിരോധിയായിട്ട് എന്നെ കണക്കാക്കണ്ട. കാര്യം അത് മറ്റൊന്നുമല്ല. ഇപ്പോൾ ബറോസ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ലാലേട്ടൻ അതിലൊരു ഡയറക്ടറായിട്ട് ഇറങ്ങി ഒരുപാട് മുന്നോട്ട് പോയി കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് അന്നൊക്കെ പൃഥ്വിരാജ് ആ സിനിമയുടെ ഒരു ഭാഗമായിരുന്നു. പിന്നീട് എപ്പോഴോ പൃഥ്വിരാജ് ആ സിനിമ അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ കുറേ ഭാഗങ്ങൾ എടുത്തത് റീഷൂട്ട് ചെയ്യണമെന്ന ഒരു ആവശ്യം വന്ന സമയത്ത് പൃഥ്വിരാജ് അതിൽ നിന്ന് പിന്മാറിയത്. പിന്നീട് ഈ പറഞ്ഞ കണക്ക് ലാലേട്ടൻ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ സന്തോഷ് ശിവൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി അത്തരത്തിലുള്ളൊരു സിനിമ എടുത്തു എന്നുള്ള വാർത്തകൾ നമുക്കറിയാം. കാര്യം പൃഥ്വിരാജ് പെട്ടെന്ന് അതിനകത്ത് പിന്മാറിപ്പോയപ്പോഴത്തേക്ക് ഇവിടെയും എമ്പുരാൻ എന്ന് പറയുന്ന ആശീർവാദ് അല്ലെങ്കിൽ ലൈക്ക ചേർന്നിട്ട് ഒരു 150 കോടിയൊക്കെ ഒരു മുതൽ മുടക്കിൽ ഒരു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ റിലീസിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിനകത്ത് അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളുമായിട്ടുള്ള പൃഥ്വിരാജ് രാജമൗലിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഷൂട്ട് ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പോയത് തീരെ ശരിയായില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇതിനെ ചിലപ്പോൾ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്താ പൃഥ്വിരാജിന് പോയിക്കൂടെ, സിനിമാ സമയത്തിന് റിലീസ് ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ചോദിക്കുന്നവർക്ക് ചോദിക്കാം. പക്ഷേ ഇപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകനെ വിശ്വസിച്ച് ആശീർവാദും അല്ലെങ്കിൽ ലൈക്കയും കൂടെ ചേർന്നൊരു വലിയ തുകയൊക്കെ മുടക്കിയിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ അതായത് അത് സജീവമായിട്ട് നിലനിർത്തുന്നത് എന്നെ പോലുള്ള ഈ ആൾക്കാർ എമ്പുരാനെ വിമർശിക്കുമ്പോഴും അല്ലെങ്കിൽ എമ്പുരാൻ്റെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അല്ലെങ്കിൽ എമ്പുരാനെ പ്രശംസിച്ച് പറയുമ്പോഴും അതുപോലെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും എമ്പുരാനെ വിമർശിക്കുകയും അല്ലെങ്കിൽ എമ്പുരാനെ പ്രശംസിച്ച് എമ്പുരാൻ്റെ OTT ഡീലായിട്ട് 90 കോടി ഉണ്ട്, 50 കോടി ഉണ്ട്, 100 കോടി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ സജീവമായിട്ട് നിലനിർത്തുന്നത് കൊണ്ട് എമ്പുരാൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടുന്ന ഒരു പ്രമോഷനും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ട്രെയിലർ തന്നെ അതിൻ്റെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മറ്റ് ആൾക്കാരോടൊപ്പം ഇരുന്ന് കാര്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടുന്ന ഡയറക്ടർ തന്നെയാണ് ഈ പറഞ്ഞ കണക്ക് രാജമൗലിയുടെ ഒരു സിനിമ കിട്ടിയപ്പോഴത്തേക്ക് എമ്പുരാൻ എന്ന് പറയുന്ന അദ്ദേഹം സംവിധായകനായിട്ടുള്ള ഒരു ചിത്രത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ റിലീസ് അടുത്തിരിക്കുകയാണെന്ന് പോലും ചിന്തിക്കാതെ അദ്ദേഹം ഇവിടുന്ന് മാറി നിൽക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹം മാറി നിൽക്കേണ്ട സമയമല്ല. തീർച്ചയായിട്ടും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരിനോടും ആശീർവാദിനോടും ലൈക്കരോടും ഒപ്പം ചേർന്ന് നിന്ന് മാർച്ച് 27 അതിൻ്റെ
റിലീസ് കഴിഞ്ഞതിന് ശേഷം മാത്രം, കാര്യം അതിൻ്റെ പ്രൊമോഷൻ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം സംഘടിപ്പിക്കാം, എന്തെല്ലാം ചെയ്യാം. ഇപ്പോൾ ആശീർവാദാണ്, ലൈക്കയാണ്, അതൊക്കെ ചെയ്യുമ്പോഴും നമുക്കറിയാം എൻ്റെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസേഴ്സാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഒരു ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് സംഭാവനകൾ ആ സിനിമയ്ക്ക് കിട്ടേണ്ടുന്ന സമയത്താണ് പൃഥ്വിരാജ് ഇവിടുന്ന് മാറി നിൽക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഇപ്പം ബറോസ് എന്ന് പറയുന്ന സിനിമാ സമയത്ത് ലാലേട്ടനോട് ചെയ്തതും ഇപ്പോൾ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ സമയത്ത് ലാലേട്ടനോട് തന്നെ ചെയ്യുന്നതും കടുത്ത ഒരു അനീതിയാണ് പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ഇപ്പോൾ പറഞ്ഞ ട്രെയിലർ റിലീസ് ചെയ്തിട്ടില്ല. ട്രെയിലർ റിലീസ് ചെയ്യാത്തതിന് അവർ പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ സിനിമയ്ക്കകത്ത് അഭിനയിച്ച പ്രമുഖരായിട്ടുള്ള നടന്മാർ, എനിക്ക് തോന്നുന്നു നന്ദുവിനെ പോലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുള്ളപ്പോൾ പോലും നമുക്കറിയാം അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന്. കാര്യം എന്തുകൊണ്ടാണ് ഒരു ട്രെയിലറിൻ്റെ റിലീസ് വൈകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പറഞ്ഞ കണക്ക് സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള പ്രൊമോഷൻ ഇല്ലാതെ ആ സിനിമ തിയേറ്ററിൽ ഇറക്കിയിട്ട് വേണ്ടുന്ന രീതിയിൽ അതിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പറഞ്ഞ കണക്ക് പൃഥ്വിരാജിലേക്ക് വരും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. കാര്യം ഒരിക്കലും അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല. കാര്യം നമുക്ക് പുതിയ പുതിയ അവസരങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, പക്ഷെ നമുക്ക് നിലവിലുള്ള അവസരങ്ങൾ ഈ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള ഒരു അവസരങ്ങൾ നമ്മളെ വിശ്വസിച്ച ഒരാളുടെ സിനിമ ഏൽപ്പിക്കുമ്പം അതിനെ ഏറ്റവും ഭംഗിയായിട്ട് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ തിയേറ്ററിൽ എത്തിച്ചതിന് ശേഷം മാത്രമാണ് എത്ര വലിയ പ്രശസ്തനായെങ്കിലും അത്തരത്തിലുള്ള ഡയറക്ടറോടൊപ്പം നമുക്ക് പോകേണ്ടി വരുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു മുമ്പ് എപ്പോഴോ ഒരു ഇൻ്റർവ്യൂവിൽ അതിനകത്ത് കറക്റ്റായിട്ട് പൃഥ്വിരാജ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് എവിടെയോ ഇരിക്കുമ്പം ആസിഫ് അലി പൃഥ്വിരാജിൻ്റെ ഏതോ ഒരു സിനിമയിൽ, എനിക്ക് ആസിഫ് അലിയെ കുറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്, ചോദിക്കുമ്പം പൃഥ്വിരാജ് പറഞ്ഞത് കാര്യം ആസിഫ് അലിക്ക് പുറത്തുനിന്ന് ഒരു വലിയ ഡയറക്ടറുടെ ഒരു ഓഫർ കിട്ടുമ്പം ഇവിടെയും അത് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, ആ ചോദ്യം എനിക്ക് ആ മറുപടി എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും അത്ര ഓർമ്മയില്ല. എന്നാലും എനിക്ക് മനസ്സിലായിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയെ നിൽക്കുന്ന വെച്ച് നോക്കുമ്പം അന്ന് അത്തരത്തിലുള്ള ഒരു അവസരം ആസിഫ് അലിക്ക് കിട്ടിയാൽ ആസിഫ് അലി ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കുമെന്ന് ചോദിച്ചപ്പം എനിക്കൊന്ന് പൃഥ്വിരാജ് പറഞ്ഞത് അങ്ങനല്ല, അത്തരത്തിലുള്ളൊരു സിനിമയിലേക്ക് അവൻ പോയില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന കാര്യം. അത്തരത്തിലുള്ള സിനിമ കാര്യം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന അവസരങ്ങളെക്കാൾ പുറത്ത് കുറച്ചുകൂടെ ഷൈൻ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്റ്റാർ ആവാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് കൂടുതൽ അവരവരുടെ ഇമേജ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാർ വാല്യൂ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് പൃഥ്വിരാജിൻ്റെ ചിന്തയെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ അദ്ദേഹം കാണിച്ചിട്ട് പോയതും അത് തന്നെയാണ്. കാര്യം അതൊന്നും ഈ പറഞ്ഞ കണക്ക് മലയാളമാണ്, ചെറിയ ഇൻഡസ്ട്രിയാണ്, പക്ഷേ ഒരുപാട് മലയാള സിനിമ അതായത് സാധാരണ ഒരു സിനിമയ്ക്ക് മുതൽ മുടക്കുന്നതിനെക്കാട്ടിലും വലിയ രീതിയിലുള്ളൊരു മുതൽ മുടക്കിൽ എടുത്തിരിക്കുന്നത് മൊത്തം ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആ ഡയറക്ടറെ കണ്ടിട്ടാണെന്നുള്ളത് മറക്കരുത് പൃഥ്വിരാജ്. കാര്യം രാജമൗലിയോടൊപ്പം മറ്റുള്ളവരോടൊപ്പമുള്ള അവസരങ്ങൾ ചിലപ്പോൾ ഇനിയും കിട്ടും. പക്ഷേ തന്നെ വിശ്വസിച്ച് ജയിപ്പിച്ചിരിക്കുന്ന സിനിമയുടെ റിലീസ് സമയത്ത് ഇവിടുന്ന് മാറി നിൽക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത്രമാത്രം. താങ്ക് യു.